മിഡ് വീക്ക് എവിക്ഷനുള്ള ഫ്രിഡ്ജിൻ്റെ ടാസ്ക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്ലാസ്മ ടി വിയുടെ മുമ്പിൽ വന്ന് ഓരോ ആളുകളോട് അഭിപ്രായം പറയാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്. അങ്ങനെ അനീഷിൻ്റെ ഊഴമെത്തി. അനീഷ് വന്ന് സംസാരിക്കുകയാണ്. ഞാൻ എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിൽ ഒട്ടും ഹാപ്പിയല്ല. അവരെന്നെ മനഃപൂർവ്വം ചതിച്ചതുപോലെയാണ് തോന്നുന്നത്. മനഃപൂർവ്വം സമയം വൈകിച്ചു, അവർ ഒരുപാട് ലേറ്റാക്കി, കോർഡിനേഷൻ കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. ഇത് പ്ലാൻ ചെയ്ത് തന്നെ ഇങ്ങനെ ചെയ്തതാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് എന്ന് ഒരുപാട് കാര്യങ്ങൾ അനീഷ് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പോൾ അപ്പാനെയും അനുവിനെയും കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ അപ്പാനയുടെയും അനുവിൻ്റെയൊക്കെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞത് എന്നുള്ള രീതിയിൽ അവിടെ സംസാരം ഉണ്ടായി. അപ്പം മറ്റ് കണ്ടസ്റ്റൻസും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അപ്പാനെയും അനുമോളും എടുത്ത് ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞ് നേരെ വന്നു. ബിഗ് ബോസ് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ടാസ്ക് നടക്കുന്ന സമയത്തൊന്നും ഇതൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ, ഒരു കുഴപ്പമില്ല, ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്ത് പറഞ്ഞതാണ്. പക്ഷേ ഇതിപ്പോൾ രണ്ടാമത് വന്നപ്പോൾ ഏതായാലും സ്ഥാനം കിട്ടിയ ഒരു 4ാം സ്ഥാനം, 4 കോയിൻ ഇപ്പോൾ എന്തായാലും അനീഷിൻ്റെ കയ്യിൽ ഇവർ തന്നെ നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കിട്ടിയിട്ടും ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത് മാത്രമല്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ട വസ്തുക്കളിൽ എന്തൊക്കെയാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അത് മാത്രം എടുക്കാം എന്നുള്ളൊരു സജഷൻ അപ്പാനി പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് അനീഷാണ് വേണ്ടെന്ന് പറഞ്ഞത്. അനീഷ് ടീം മെമ്പേഴ്സ് പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കൂട്ടാക്കിയില്ല എന്നുകൂടി അനുമോൾ പറഞ്ഞു. രണ്ടാളും വളരെ അപ്സെറ്റായിരുന്നു. അനീഷും അപ്സെറ്റായിരുന്നു. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് എന്താണ് ഏതാണ് എന്നുള്ളൊരു സംസാരം വന്നപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ള ഒരു മാർഗ്ഗം എൻ്റെ കയ്യിലുണ്ട്, എല്ലാവരും അവിടെ ഇരിക്കുക, നമുക്കൊരു കാര്യം ചെയ്യാം, ടീം മെമ്പേഴ്സിനെ ഷഫിൾ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ടീം മെമ്പേഴ്സിനെ ഷഫിൾ ചെയ്യുകയാണ്. നറുക്കിട്ടിട്ടാണ് ഷഫിൾ ചെയ്യുന്നത്. അപ്പോൾ എവിക്ഷനിലുള്ള ആൾക്ക് അതിൽ നിന്ന് വന്ന് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യം വന്നത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമയ്ക്ക് കിട്ടിയത് തന്നെ അപ്പാനെയാണ്. അപ്പാനെയും ബിന്നിയാണ് റെന ഫാത്തിമയ്ക്ക് കിട്ടിയത്. അനുമോള് സരിഗയുടെ ടീമിലേക്കാണ് പോയത്. അനുമോളുടെ കൂടെ അക്ബറും ഉണ്ടായിരുന്നു. അപ്പം അനുമോളും അക്ബറും സരിഗയുടെ ടീമിലേക്ക് പോയി. അനീഷിന് കിട്ടിയതൊരു ജാക്ക് പോട്ടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അനീഷിന് കിട്ടിയിരിക്കുന്നത് ശൈത്യയും ആദിലയും നൂറയുമാണ്. സത്യത്തിൽ ആദിലയും നൂറയും ഒരാളാണെന്ന് പറഞ്ഞാലും 3 പേരുടെ എഫേർട്ട് അതിലിടാം. ലൈവിലിപ്പോൾ ഞാൻ കാണുന്നത് അപ്പാനിയും അനുമോളും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഡെസ്പാണ്. അവർ അതിനിടയിൽ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പാനി, ഞങ്ങൾ 100% അതിൽ ഇൻവോൾവ് ആയിട്ടാണ് ആ ഗെയിം കളിച്ചത്. പ്രത്യേകിച്ചും ആദ്യമായിട്ട് ജയിലിൽ പോയ ഞങ്ങൾ 2 പേർക്കും ഇതൊരു തിരിച്ചുവരവാണ്, ഈ ഗെയിം ഞങ്ങൾക്ക് അടിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മേ ബി അവരറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. ആ കീ എന്ന് പറയുന്നത് എടുക്കുക. ഈ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം കഴിവുമുണ്ട്, ലക്കുമുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗെയിംസൊക്കെ വരുമ്പോൾ. അപ്പം അവർ പറയുന്നത് ശരിയായിരിക്കാം. അനീഷിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പം അനീഷ് ഒരു ഗെയിമർ മാത്രമാണ്, ഒരു മത്സരാർത്ഥി മാത്രമായിട്ട് നിന്ന് അവരെ നോക്കുമ്പോഴേക്കും അങ്ങനെ തന്നെ മറ്റുള്ളവർ തന്നെ ചതിച്ചു എന്നുള്ളൊരു ഫീല് അനീഷിനും വന്നിരിക്കാം. പക്ഷേ എന്തായാലും അനീഷിന് വളരെ കൺവിൻസിങ് ആയിട്ട് തൻ്റെ പുതിയ ടീം മെമ്പേഴ്സിനെ തൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അല്പം ഒരു വിയോജിപ്പ് തോന്നിയത് അനീഷ് പറഞ്ഞത്, ഞാൻ ഡെഡ് സോണിലാണ്, അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ തന്നെ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞു. അത് അവരെ ഉദ്ദേശിച്ചാണ്. അവർക്കൊന്നും ഇതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല, ഞാൻ ഡെഡ് സോണിലായതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാനേ ഉണ്ടാവുള്ളൂ എന്ന്. അതിൽ അവർ കൺവിൻസിങ് ആയി എന്ന് പറഞ്ഞു. ഈ കൺവിൻസിങ് ആയി എന്നുള്ളത് നൂറ നമ്മുടെ അനുമോളോട് പറയുന്നുമുണ്ട് കേട്ടോ. അയാൾ പറഞ്ഞത് ഞങ്ങൾക്ക് കൺവിൻസിങ് ആയി എന്ന്. ഇവിടെ പക്ഷേ അനീഷ് കൺവിൻസ് ചെയ്തു എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. അനീഷ് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന വാക്കാണ് അവിടെ ആപ്റ്റായിട്ട് ചേരുക. അനീഷ് പറഞ്ഞത് ഇതാണ്, ഞാൻ ഡെഡ് സോണിലാണ്, ഞാൻ ഡെഡ് സോണിലുള്ള എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റൊരാളും എനിക്ക് വേണ്ടി സംസാരിക്കില്ല. അപ്പോൾ ഇത് കേട്ടിട്ടാണ് പുതിയ ടീം മെമ്പേഴ്സ് കൺവിൻസ് ആയത്. അപ്പോൾ ഇതേ കാര്യം എന്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ബാധകമല്ല? അവരും തനിച്ചാണ്, അവരവർക്ക് വേണ്ടി സംസാരിക്കാൻ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡയലോഗ് ഇമോഷണലി പറഞ്ഞ് അനീഷ് അവരെ കൺവിൻസ് ചെയ്യിച്ചിരിക്കുകയാണ്. എന്തായാലും ഷാനവാസ് ഒരു കിടിലൻ ഡയലോഗ് പറഞ്ഞു, അനീഷെ, ഇപ്പോൾ ഉള്ള ടീമിലെ കുട്ടികൾ നന്നായിട്ട് കളിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത് മറ്റേ ടീമിനോട് കാണിച്ച പോലുള്ള നന്ദികേട് കാണിക്കാൻ നിൽക്കരുതെന്ന്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം.